നമസ്കാരം. 101 യാത്രകളിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ യാത്രയായ ഉമ്മുൽ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് ദുബായിലെ പ്രശസ്തമായ ലൈഫ് ഫാർമ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. ഞങ്ങൾക്ക് പോകേണ്ട സെൻട്രൽ പോയിന്റ് മെട്രോ ഇതാ എത്തിക്കഴിഞ്ഞു. ഇന്ന് എന്നോടൊപ്പം ഉമ്മുൽ യാത്രയിൽ നാസർക്കയും ദിൽഷാദുമുണ്ട്. മെട്രോ വേഗത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. ദുബായ് മെട്രോയുടെ യാത്ര ഒരു അവിസ്മരണീയമായ കാഴ്ച വിരുന്ന് തന്നെയാണ് നമുക്ക് നൽകുന്നത്. മെട്രോ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു വാട്ടർ കനാലിന് മുകളിലൂടെയാണ്. ദുബായിലെ യാത്രാ സൗകര്യങ്ങൾ എല്ലാം ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ടതാണ്. അമ്പരചുംബികളായ ഈ സൗധങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അതുതന്നെ എത്രയോ മനോഹരമായ ഒരു യാത്രയാണ്. ആകാശം തൊട്ടുമുട്ടി നിൽക്കുന്ന ഒട്ടനവധി ബിൽഡിങ്ങുകൾക്കിടയിലൂടെ അങ്ങകലെയായി കാണുന്നതാണ് ലോകവിസ്മയങ്ങളിൽ ഒന്നായ ബുർജ് ഖലീഫ. റോഡുകളിലെല്ലാം തിരക്ക് തുടങ്ങുന്നതേയുള്ളൂ. ഉദയ സൂര്യന്റെ പൊൻകിരണങ്ങളാൽ തിളങ്ങുന്ന ഒരു ഒട്ടനവധി ബിൽഡിങ്ങുകൾക്കിടയിലുള്ള ഈ ഒരു യാത്ര തന്നെ അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ മെട്രോ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ദുബായിലെ മറ്റൊരു വിസ്മയമായ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ മുന്നിലൂടെയാണ്. നോക്കൂ, എത്ര മനോഹരമായ വൈവിധ്യമായ ഒരു നിർമ്മിതിയാണിത്. അങ്ങകലെയായി ഒരു ഫ്രെയിം രൂപത്തിൽ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ദുബായിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ദുബായ് ഫ്രെയിം. ഇപ്പോൾ നാം കടന്നു പോകുന്നത് ദുബായിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന കരാമ സെന്ററിന് മുകളിലൂടെയാണ്. ഇതാണ് ദുബായിലെ മറ്റൊരു അത്ഭുതം. എച്ച് ഗേറ്റ് അഥവാ എച്ച് ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഒരു അത്ഭുത നിർമ്മിതി. അതും പിന്നിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ നമ്മുടെ മെട്രോ ഭൂമിക്ക് മുകളിലൂടെയാണ് വന്നതെങ്കിൽ ഇനിയുള്ള യാത്ര ഭൂമിക്ക് അടിയിലൂടെയാണ്. ഭൂമിക്കടിയിലെ ഒരു സ്റ്റേഷൻ പിന്നിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ യൂണിയൻ, അതാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ. ഭൂമിക്കടിയിലുള്ള യൂണിയൻ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ പുറത്തേക്കിറങ്ങി. മെട്രോ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് അജ്മാനിലേക്കുള്ള ഡബിൾ ഡെക്കർ ബസ് സ്റ്റേഷൻ ഉള്ളത്. ഇനി യാത്ര അജ്മാനിലേക്ക്. അജ്മാനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഡബിൾ ഡെക്കർ ബസിന്റെ 2ാം നിലയിലെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഞാൻ സ്ഥാനമുറപ്പിച്ചു. ഇപ്പോൾ ബസ് ഷാർജയുടെ ഹൃദയഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ദുബായിയുടെ പോലെ ഉയർന്ന ബിൽഡിങ്ങുകളൊന്നും ഇല്ലെങ്കിലും ഉള്ള ബിൽഡിങ്ങുകളെല്ലാം വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുന്നത് കാണാം. അവസാനം ഞങ്ങളുടെ ബസ് ഷാർജയും പിന്നിട്ട് അജ്മാൻ ബസ് സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അജ്മാൻ ബസ് സ്റ്റേഷനിലേക്കാണ്. അജ്മാനിൽ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് അടുത്ത ഡെസ്റ്റിനേഷനായ ജറഫോണിലേക്കാണ്. ജറഫിൽ ഷർഫും ഞങ്ങളെയും കാത്തിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ജറഫിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സുന്ദരമായ അജ്മാൻ സ്ക്വയറും മറ്റു കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ ജറഫിലേക്ക് എത്തിച്ചേർന്നു. നിഷ്കളങ്കമായ പുഞ്ചിരിയോടുകൂടി വരുന്നതാണ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഷർഫൂക്ക. അങ്ങനെ ഞങ്ങൾ ഒരു ടാക്സിയിൽ ഉമ്മുൽ എത്തിച്ചേർന്നു. ഞങ്ങളോട് യാത്ര പറഞ്ഞ ടാക്സി ഡ്രൈവർ മടങ്ങി. ഫാസിലിന്റെ ഭാര്യ ഫായിദ ഒരുക്കിയ ഗംഭീര വിരുന്ന്. ഇനി യാത്ര ബീച്ചിലേക്ക്. അപ്പൊ ഞങ്ങൾ ഉമ്മുൽ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ ഞങ്ങൾ ശരിക്കും ഉത്സവമാക്കി മാറ്റി. ദിൽഷാദിന്റെയും ഷർഫൂക്കയുടെയും ഫാസിലിന്റെയും അതിസാഹസ പ്രകടനങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
വട്ടം വട്ടം നാരങ്ങ ചുറ്റി ചുറ്റി തിന്നുമ്പോ എന്താ തീരെ മിണ്ടാത്തെ. റെഡി 1 2 3 സുന്ദരമായ ആ കടപ്പുറത്ത് ഞാനൊരു സാൻഡ് ബാത്തും പാസ്സാക്കി. ദിൽഷാദ് നല്ല ആവേശത്തിലാണ്. സുന്ദരമായ ഈ ഒരു സായാഹ്നം മദ്യപരുകളും ആസ്വദിച്ചുകൊണ്ട് മനസ്സും ശരീരവും തണുപ്പിച്ച് ഉമ്മൽക്കൽ ബീച്ചിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ഇതുപോലുള്ള സുന്ദരമായ 101 യാത്രകളിലെ മറ്റു യാത്രകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.